മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് ടി.വി.കെ. സർക്കാർ. കേരളത്തിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ഇതിനായുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ ശക്തമായി തടയുമെന്നും തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. പരമ്പരാഗത കീഴ്വഴക്കങ്ങൾ പാലിച്ചാണ് ടി.വി.കെ. സർക്കാരിന്റെ നിയമസഭാ സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തമിഴ് തായെ വാഴ്ത്ത് ആലപിച്ചു. ഇതിനു പിന്നാലെ ദേശീയ ഗാനവും ആലപിച്ചെങ്കിലും വന്ദേമാതരം ആലപിച്ചില്ല. പുതിയ സഭാംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജാതിക്കും മതത്തിനും പണത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ടി.വി.കെ. എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. പെരിയാർ, അണ്ണേദുരൈ, ബി.ആർ. അംബേദ്കർ എന്നിവരുടെ ആദർശങ്ങളെ പരാമർശിച്ചായിരുന്നു പ്രസംഗം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. മുൻ ഡി.എം.കെ. സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് നയപ്രഖ്യാപനത്തിലൂടെ വിജയ് സർക്കാർ ഉന്നയിച്ചത്. മുൻ സർക്കാർ സംസ്ഥാനത്തെ ലഹരിയൊഴുക്ക് തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇതാണ് കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണമായതെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. 3 ഭാഷാ നയം നടപ്പാക്കുന്നതുമായി കേന്ദ്ര ഫണ്ട് വിതരണത്തെ ബന്ധിപ്പിക്കുന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കില്ല. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഗവർണർ സഭയിൽ വായിച്ചു. സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളുടെ അതേ നിലപാട് തന്നെയാണ് തങ്ങളെന്ന് വിജയ് സർക്കാർ വ്യക്തമാക്കി.